ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ ചാപ്റ്റർ റെസിപ്രോക്കൽസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലംസ് ഉള്ളത് നമുക്ക് പേജ് നമ്പർ 64ലാണ്. അപ്പോൾ അതിലെ 64ലെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. 4 ടൈംസ് ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, 4 ടൈംസ് 2. ഓക്കെ, 2ഉം 8ഉം ഉണ്ട്. 2 എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു 4 ആണ് 8 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4 ടൈംസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി 8ഉം 2 ആയിട്ടുള്ള കണക്ഷൻ എന്താണ്? 8ൻ്റെ എത്ര പാർട്ടാണ് 2? 1/4 പാർട്ടാണ് 2. ഓക്കെ, അതേപോലെ ഇവിടെ 5ഉം 15ഉം തന്നിട്ടുണ്ട്. 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ടൈംസ് ആണ് 15ൻ്റെ? 3 ടൈംസ് ആണ്. 5 ഇൻറ്റു 3 ആണ് 15. നേരെ മറിച്ച് 15ഉം 5ഉം ഉള്ള കണക്ഷൻ എങ്ങനെയാണ്? 1/3 ആണ്. അതായത് 15ലെ 1/3 പാർട്ടാണ് 5. അപ്പോൾ ടൈംസും പാർട്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതെന്ന് പറയുമ്പോൾ 4 ടൈംസ് എന്ന് പറയുമ്പോൾ 4 ടൈംസ് ആണ്. ഇവിടെ 4 ടൈംസ് ആണ്. ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് പറയുമ്പോൾ എന്തായിരിക്കും? 1/4 പാർട്ടാണ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു 4 പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് നോക്കാം. സുമ ഹാസ് 16 റുപ്പീസ് വിത്ത് ഹെർ. സെഫീർ ഹാസ് 4 റുപ്പീസ്. അപ്പോൾ സുമക്ക് എത്ര റുപ്പീസ് ഉണ്ട്? സുമക്ക് 16 റുപ്പീസ് ഉണ്ട്. സെഫീറിന് 4 റുപ്പീസ് ആണുള്ളത് അല്ലേ? വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സെഫീർ ഹാവ്? സുമയ്ക്കാണല്ലോ ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ സെഫീറിന് എത്ര ഭാഗമാണുള്ളത്? എത്ര പാർട്ടാണുള്ളത്? ഹൗ മെനി ടൈംസ് സെഫീസ് മണി ഡസ് സുമ ഹാവ്? സുമക്ക് എത്ര ടൈംസ് പൈസ ഉണ്ടെന്ന്, എത്ര കൂടുതലാണ് ഉള്ളതെന്ന്. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇതെന്താണ്? 4 ടൈംസ് ആണ്. 4 ഇൻറ്റു 4 അല്ലേ 16. അപ്പോൾ 4 ടൈംസ് ആണ് അല്ലേ? സെഫീറിനുള്ളതിനേക്കാൾ 4 ഇരട്ടിയാണ് ആർക്കുള്ളത്? സുമയ്ക്കുള്ളത്. അതേപോലെ സുമയ്ക്കുള്ളതിൻ്റെ 1/4 പാർട്ടാണ് ആർക്കുള്ളത്? സെഫീറിനുള്ളത് അല്ലേ? 1/4 പാർട്ടാണ് സെഫീറിനുള്ളത്. അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. സെഫീസ് മണി 4 റുപ്പീസാണ്. സുമാസ് മണി 16 റുപ്പീസാണ്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 4/16. 4/16 എന്ന് പറയുമ്പം ഇതിനെ നമ്മൾ ചെറുതാക്കണം. 4ലും 16ലും 4ലും 16ലും 4ലും 16ലും കോമൺ ആയിട്ടുള്ള ഡിവൈസർ ഏതാണ് കോമൺ ആയിട്ടുള്ള 4 ആണ്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 4, 16 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1. 16 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4. അപ്പോൾ 1/4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അതാണ് ഇവിടെ 4 ഡിവൈഡഡ് ബൈ 4, 16 ഡിവൈഡഡ് ബൈ 4, 1/4. സെഫീർ ഹാസ് 1/4 ഓഫ് സുമാസ് മണി. ഇനി നേരെ തിരിച്ചാണ്. സുമാസ് മണി 16 റുപ്പീസാണ്. സെഫീസ് മണി 4 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ 16 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നു. അപ്പോൾ 4 ടൈംസ്. എത്ര ടൈംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 4 ടൈംസ്. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. 4 ടൈംസ് ആണ്. പിന്നെ പാർട്ട് എന്ന് പറയുമ്പോൾ 1/4 പാർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ്, എ ലാർജ് ബാഗ് കണ്ടെയ്ൻസ് 9 kilograms ഓഫ് ഷുഗർ. ഒരു വലിയ ബാഗ്, അതിൽ എത്ര ഷുഗർ ഉണ്ട്? 9 kilograms ഷുഗർ ഉണ്ട്. സ്മോൾ ബാഗ് കണ്ടെയ്ൻസ് 6 kilograms ആണ്. അപ്പോൾ വലിയ ബാഗിന് എത്ര ഉണ്ട്? വലിയ ബാഗിൽ 9 കിലോഗ്രാമും ചെറിയ ബാഗിൽ 6 കിലോഗ്രാംസും ആണുള്ളത്. ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈംസ്? ഇത് എത്ര ടൈമാണ്? അതേപോലെ തന്നെ ഇത് 9ൻ്റെ 9ൻ്റെ എത്ര പാർട്ടാണ്? ഇത് രണ്ടുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ടൈംസും പാർട്ടും. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ ഹെവിയർ ബാഗ് വെയ്റ്റ് എത്രയാണ്? 9 കിലോഗ്രാം ആണ്. ലൈറ്റർ ബാഗ് വെയ്റ്റ് 6 കിലോഗ്രാം ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് എത്രയായിരിക്കും? 9/6 എന്നാണല്ലോ നമ്മൾ എഴുതുക. ഹെവിയർ ബാഗിനെക്കാട്ടി എത്ര ആണ് ഇതിലുള്ളത് എന്ന് അറിയാൻ വേണ്ടി 9/6 ചെയ്തു. 9 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോമൺ ഡിവൈസർ എടുത്ത് ഡിവൈഡ് ചെയ്താൽ 9 ഡിവൈഡഡ് ബൈ 3, 6 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 3/2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3/2 ടൈംസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നേരെ തിരിച്ചാണ് പാർട്ട് പറയുമ്പോൾ വരിക. എങ്ങനെയാണ്? 6/9. 6 നമ്മൾ കോമൺ ഡിവൈസർ ഇവിടെ എന്താണ്? 3 ആണ്.
അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു. 6 ഡിവൈഡഡ് ബൈ 3 2, 9 ഡിവൈഡഡ് ബൈ 3 3. ഇപ്പോൾ 2/3 പാർട്സ്. അപ്പോൾ ഇത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണ്, ടൈംസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പാർട്ട് ഉണ്ടാവാന്ന്. 3/2 ടൈംസ് ആണെച്ചാൽ പാർട്ട് വരെ 2/3 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The weight of an iron block is 6 kg. The weight of another block is 26 kg. The weight of the lighter block is what fraction of that of heavier block? The weight of heavier block is how much times of that lighter block? നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇവിടെ ലൈറ്റർ ബ്ലോക്ക് വെയിറ്റ് എത്രയാണ്? 6 കിലോഗ്രാം ആണ്. ഹെവിയർ ബ്ലോക്ക് വെയിറ്റ് എത്രയാണ്? 26 കിലോഗ്രാം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്താ ചെയ്യേണ്ടത്? ദ വെയിറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് കാണാൻ നമ്മൾക്ക് 6 ഡിവൈഡഡ് ബൈ 26 ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിവൈസർ ആയിട്ടുള്ള 2 ആണ്. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 2 26 ഡിവൈഡഡ് ബൈ 2 ചെയ്തു. 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 3 ആണ്. 26 ഡിവൈഡഡ് ബൈ 2 3 എന്ന് പറയുന്നത് 13 ആണ്. അപ്പം 3/13 ടൈംസ് ആണ് ഉള്ളത്. ഇനി നേരെ നമുക്ക് പാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹെവിയർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതാണ്? 26 ആണ്. 26 ഡിവൈഡഡ് ബൈ 6. ഇവിടെയും നമ്മൾ കോമൺ ആയിട്ടുള്ള ഡിവൈസർ എടുത്തു, അത് 2 ആണ്. അപ്പോൾ നമ്മൾ രണ്ടിനെയും ഡിവൈഡ് ചെയ്തു. 26 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 30. 6 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 2 ദാറ്റ് ഈസ് 3. ഓക്കെ, 13/3. അപ്പോൾ നമുക്ക് 3 ഓഫ് ദ പാർട്ടാണ് ഉണ്ടാവുക, 13/3 ടൈംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ പാർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുണ്ടാവുക? ടൈംസ് ഉണ്ടാവുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The length of a ribbon is 2/3 times the length of a small ribbon. What part of the length of the larger ribbon is the length of small ribbon? ഓക്കെ, അപ്പോൾ 2/3 ടൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുക? 2/3 ടൈംസ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? 2/3 ടൈംസ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഇതൊരു മിക്സഡ് ഫ്രാക്ഷനിലാണല്ലേ. 2/3 ടൈംസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ മിക്സഡ് ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് സാധാ ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. മിക്സഡ് ഫ്രാക്ഷനാണ്, അതിനെ നമുക്ക് നോർമലിലേക്ക് മാറ്റണം. അതെങ്ങനെയാണ്? 2 × 3 + 2 ഇങ്ങനെയാണ് ചെയ്യുക. 2 × 3 ചെയ്യും. അതിൻ്റെ ആൻസറിന് നമ്മൾ 2 കൊണ്ട് ആഡ് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2 × 3 + 2 ഡിവൈഡഡ് ബൈ 3 ആണ്. 2 × 3 എന്ന് പറഞ്ഞാൽ 6. 6 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 8. 8/3 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 8/3 ടൈംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര പാർട്ടാവും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. എന്താണ്? വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്മോൾ റിബൺ. അപ്പോൾ 8/3 ടൈംസ് തന്നിട്ട് നേരെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതിയല്ലോ. റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 8/3ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 3/8 ആണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയാലും ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കി മാറ്റുക. അപ്പോൾ നമുക്ക് 8/3 ടൈംസ് എന്ന് പറയുമ്പോൾ 3/8 പാർട്ടാണ്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ നമ്മൾ ചെയ്തിരിക്കുന്നത് പേജ് നമ്പർ 64 പ്രോബ്ലംസ് ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പേജ് നമ്പർ 67 പ്രോബ്ലംസ് ആണ്. ഓക്കെ.